കൂടുതൽ ഈയിടെയായി കാർ റേസിംഗിൽ അത് തൻ്റെ പാഷനാണ്, അത് കരിയറാക്കി അതിൽ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് നടൻ അജിത്ത് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അടുത്തിടെയുണ്ടായ പരിശീലനത്തിനിടെ അപകടമുണ്ടായി. ആ അപകടത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അത് പ്രാക്ടീസിനെ ബാധിച്ചു എന്ന വിശദീകരണം താരം ഇപ്പോൾ നൽകുന്നു. പക്ഷേ എൻഡൂറൻസ് റേസിംഗിൽ അജിത്ത് പങ്കെടുക്കുകയും ചെയ്യും. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുക. റഹീസ്, ഈ അന്നുണ്ടായ അപകടത്തിൽ അദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? അതാണോ ഇപ്പോൾ പ്രാക്ടീസിനെ ബാധിച്ചത് കൊണ്ടാണോ കാറോട്ടത്തിൽ നിന്ന് ഇപ്പോൾ പിന്മാറുന്നത്? സ്മിത, 24H ദുബായ് സീരീസ് കാറോട്ട പ്രേമികളൊക്കെയും വളരെ ആവേശത്തോടെ കാത്തിരുന്ന ഒരു മത്സരമാണ്. കാരണം അജിത്ത് മത്സരിക്കാൻ ഇറങ്ങുന്നു. ഏറെ നാളായി ഇത്തരത്തിൽ കാറോട്ട മത്സരങ്ങളോട് കമ്പമുള്ള താരമാണ് അജിത്ത്. അത് കൃത്യമായി പ്രാക്ടീസ് നടത്തി അതിന് ഒരു മത്സരാർത്ഥിയെ പോലെ തന്നെ എന്തെങ്കിലും ഒരു തരത്തിൽ മത്സരത്തിൻ്റെ ഭാഗമാവുക എന്നതിനപ്പുറം വിജയിക്കണം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹത്തോടെ പ്രാക്ടീസ് നടത്തിയിരുന്ന ആളാണ് അജിത്ത്. അജിത്തിൻ്റെ കാറ് കഴിഞ്ഞ ആഴ്ച അപകടത്തിൽപ്പെടുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അജിത്തിന് ഏതെങ്കിലും തരത്തിൽ അപകടമൊന്നും അല്ലെങ്കിൽ പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം ഇത്തരത്തിൽ കാറോട്ട മത്സരങ്ങളിൽ ഈ അപകടങ്ങളൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോൾ അല്പസമയം മുൻപ് മാത്രം അജിത്തിൻ്റെ കാറോട്ട കമ്പനിയിൽ നിന്ന് വരുന്ന ഒരു വിവരമനുസരിച്ച് അജിത്ത് ഈ കാറോട്ട മത്സരത്തിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. അതായത് ഈ മത്സരം വളരെയധികം കായികക്ഷമത വേണ്ട അത്രയും നീണ്ട ഒരു റേസാണ്. അപ്പോൾ ആ റേസിൽ പങ്കെടുക്കേണ്ട എന്ന് അജിത്ത് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് വിവരം. അജിത്തിൻ്റെ ടീം പക്ഷേ ഇപ്പോഴും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവസാന റൗണ്ട് മത്സരങ്ങളിലും അജിത്തിൻ്റെ ടീം പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒരു കൂട്ടം ഡ്രൈവർമാരാണ് ഇത്തരത്തിൽ മത്സരത്തിൽ പങ്കെടുക്കുക. അവർ ഓരോരുത്തരും നിശ്ചിത റൗണ്ട് അതിൽ പങ്കെടുത്തേ മതിയാവുകയുമുള്ളൂ. അപ്പോൾ അത്തരത്തിൽ അജിത്തിന് അത്രയും സമയം ചിലവഴിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അജിത്തിൻ്റെ കമ്പനിയിൽ നിന്ന് വരുന്ന ഔദ്യോഗികമായിട്ടുള്ള വിവരം. അത്രയും നേരം മത്സരിക്കാനുള്ള കായികക്ഷമതയുണ്ടോ എന്ന് ടീം പരിശോധിച്ചു. ശേഷം ടീമിൻ്റെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് ടീമിന് ഒരു അഡ്വാൻറ്റേജ് ലഭിക്കാൻ വേണ്ടി അജിത്ത് മാറി നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി ലഭിക്കുന്ന വിശദീകരണം. പക്ഷേ എൻഡുറൻസ് റൗണ്ടിൽ അജിത്ത് കാറോട്ടത്തിന് ഉണ്ടാകും എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അതായത് ഇതൊരു മത്സര ഇനമല്ല, മറിച്ച് ഈ വാഹനങ്ങളുടെ ക്ഷമത പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രത്യേകതരമായിട്ടുള്ള മറ്റൊരു റേസിംഗ് ആണ്. അതൊരു മത്സര ഇനമല്ല. ചുരുക്കി പറഞ്ഞാൽ അജിത്ത് കാർ ഓടിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു കാറോട്ടത്തിൽ പങ്കെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അത് പ്രധാന മത്സരത്തിലല്ല, മറിച്ച് ഇത്തരത്തിലുള്ള എൻഡുറൻസ് റേസിംഗിലായിരിക്കും. ഇതിന് കാരണമായി പറയപ്പെടുന്നത് കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു അപകടം തന്നെയാണ്. ആ അപകടത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെയും പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ പലതരത്തിൽ അജിത്തിനെ ആ ടീം മോണിറ്റർ ചെയ്തു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. പക്ഷേ ആരാധകരെ നിരാശനാക്കാൻ താരം തയ്യാറല്ല. എന്തായാലും എൻഡുറൻസ് റേസിംഗിലൂടെ അജിത്ത് ഇത്തരത്തിൽ ദുബായിൽ പോരാടുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അത് പ്രധാന മത്സരത്തിൻ്റെ ഭാഗമല്ല എന്ന് മാത്രം. സ്മിത. ശരി, മുഹമ്മദ് റഹീസാണ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ചേർന്നത്.